Murder Bot, created by Chris and Paul. ഈ ഒരു സീരീസ് ഒരു ബുക്ക് അഡാപ്റ്റേഷൻ ആണ്. മർഡർ ബോട്ട് ഡയറീസ് എന്ന് പറഞ്ഞ ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ 3 എപ്പിസോഡാണ് ഇപ്പോൾ കറന്റ് ഇറങ്ങിയിട്ടുള്ളത്. 10 എപ്പിസോഡ് വരെ പോകും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ ഇപ്പൊ എന്തായാലും 3 എപ്പിസോഡാണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അപ്പൊ ഈ വെബ് സീരീസ് സോ ഫാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. പക്ഷെ ഗംഭീരം എന്ന് പറയാൻ ഉള്ള ഒരു രീതിയിലേക്ക് വെബ് സീരീസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ ഈ 3 ചാൻസസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ 3 എപ്പിസോഡ് റിലീസ് ചെയ്തതിൽ നല്ല രസമുണ്ട് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് അവർ ഒരു സ്റ്റോറി ഒരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോൾ വെബ് സീരീസ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വലിയ ബോറടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇതിന്റെ ഹ്യൂമർ ഉണ്ട്. അതായത് ഞാൻ ആദ്യം ഇതിന്റെ പ്ലോട്ട് പറഞ്ഞുതരാം. പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 റോബോട്ട് സെക്യൂരിറ്റി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോബോട്ട് എന്ന് പറയാം. അപ്പൊ ആൾക്കാരെ ഈ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് ആൾക്കാരെ എന്താ പറയുക രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ട്. അപ്പൊ റോബോട്ടിന് ഓബ്വിയസ്ലി ഇമോഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ റോബോട്ട്, ആ റോബോട്ടിന്റെ പ്രോഗ്രാം ആ റോബോട്ടിനെ ഹാക്ക് ചെയ്തിട്ട് ഒരു വ്യത്യസ്തനായിട്ടുള്ള റോബോട്ടായി മാറുന്നതാണ്. പിന്നെ അവിടുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു സീരീസ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഒരു വെബ് സീരീസ് പോണ ഒരു പോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. അത് ഇങ്ങനെ പോയി ഇത് എങ്ങോട്ട് ഏകദേശം എത്തുന്നുള്ള എനിക്കറിയാം. അപ്പൊ അതാരും മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കിട്ടുന്ന സാധനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണെന്നുള്ളത്. ഞാൻ ഈ സാധനം വായിച്ചിട്ടൊന്നുമില്ല. അപ്പോ ഈ ഒരു പിന്നെ ടെക്നിക്കലി അതായത് വിഷ്വലി സാധനം കിട്ടുവാണ്. ഇത് VFX ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ, ഒന്നാമത് സയൻസ് ഫിക്ഷൻ ആണല്ലോ. അപ്പൊ അവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് VFX തന്നെയാണ്. VFX ആയിട്ട് വിഷ്വൽസ് ഇതിനൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഇതിന് നൈസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം പൈസ മുടക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാണുമ്പോൾ ആ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരു സീരീസ് മുന്നിൽ ഇപ്പൊ 3ാമത്തെ എപ്പിസോഡൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ സാധനങ്ങളൊക്കെ കഴിയുന്നത്. ഇപ്പൊ 3ാമത്തെ എപ്പിസോഡ് 22 മിനിറ്റ് ആകെയുള്ള എപ്പിസോഡ്, മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ ഇവരിത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ എന്താ വലിച്ചു നീട്ടാനുള്ള ഗ്യാപ്പ് വിടില്ല ഈ ഡ്യൂറേഷനിൽ. അപ്പൊ ഇവര് ഈ 3rd എപ്പിസോഡൊക്കെ ശരിക്കും ഇവർക്ക് ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ നമുക്ക് ഓബ്വിയസ്ലി ബോറടി വരും. പക്ഷെ അതിന് പകരം ഇവർ 22 മിനിറ്റ് 20 മിനിറ്റ് 28 മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. എന്തായാലും ഈ വെബ് സീരീസ് ഉടനീളം അങ്ങനെ തന്നെ ആവും. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീരീസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ ഒരു വെബ് സീരീസിനെ 2ാമത്തെ പ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്യും. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഒരു ഒപ്പീനിയൻ തന്നെയാണ് നിലനിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ റിവ്യൂ ചെയ്യൂല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നല്ലൊരു സയൻസ് ഫിക്ഷൻ സീരീസുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസിന് നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടമാണ്. അല്ലാതെ കുറെ ലോജിക്കും കാര്യങ്ങളും വെച്ച് കാണുന്നുണ്ടെങ്കിൽ മൂഞ്ചു ഉറപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു വെബ് സീരീസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പീനിയൻ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം 3 എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പറയാനുള്ളത് വരില്ല. അത്രയും അല്ലെങ്കിൽ പിന്നെ ഒരു സീസൺ കഴിയണ വരെ നിൽക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ റിവ്യൂ ചെയ്യാനുള്ള കാരണം നിങ്ങൾ കണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി സാധനം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മർഡർ ബോട്ട് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിന്റെ ഈ 3 എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.